ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങള് പാലക്കാടാണ് എത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ നമ്മളൊരു വീട് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ കൂട്ടുകാര്, അതും കണ്ടംപററി സ്റ്റൈലില്. അതെ. അപ്പൊ നമുക്ക് ബാക്കി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമ്മൾ ഉള്ളിൽ കയറി നോക്കണം ഗൈസ്. അപ്പൊ വീട് പണിതവരെ നിങ്ങൾക്ക് കാണണ്ടേ? ഹലോ ബ്രോ. ഹായ്, എന്താ പേര്? ശരത്. ബ്രോന്റെ പേര് നിയാസ്. എന്താണ് വീടിന്റെ പരിപാടിയൊക്കെ പെർഫെക്റ്റ് ആയിരിക്കുന്നു? താങ്ക് യു. ഈ വീടിന്റെ ഫുൾ ഡിസൈൻസ് ഒന്ന് കാണിച്ചു തരും? ഓക്കെ ബ്രോ, ഇതെന്താ ഇത്രയും വലുത്? ആക്ച്വലി ഇത് ഡബിൾ ഹൈറ്റ് ആണ്. അപ്പോ നമ്മളൊരു ഹോള് ലിവിംഗ് സ്പേസ് ഒന്ന് വലുതായി ഫീൽ ആയിക്കോട്ടെ എന്നുള്ള കോൺസെപ്റ്റ് നമ്മള് കുറച്ച് വലുതായിട്ട് ഒന്ന് ഇതാക്കിയതാണ്. അപ്പൊ അതിനെ ഹൈലൈറ്റ് ചെയ്യാനുള്ള ഒരു ലൈറ്റിംഗ് ആൻഡ് വെന്റിലേഷൻ പ്രോസസ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു ഡബിൾ ഹൈറ്റിലും വിൻഡോ വെച്ചിരിക്കുന്നത് കൊടുത്തത്. നോർമൽ നമ്മൾ ഈ ഒരു ലിൻഡർ ലെവലോട് കട്ട് ചെയ്യും നമ്മള്. അപ്പൊ ഇത് ഒന്നും കൂടെ എൻഹാൻസ് ആയിക്കോട്ടെ, വലുതായിക്കോട്ടെ. സാധാരണ വീടുകളിൽ ഇവിടെയാണ് വിൻഡോ വരുന്നത്, ഇത് ഇത്ര ടോപ്പിൽ ഫിക്സഡ് ആണ്. നമുക്കിപ്പോ 7 ഫീറ്റ് നമുക്ക് ആക്സസിബിൾ ആയ ഏരിയ മാത്രമേ നമ്മൾ ഓപ്പൺ പറ്റുന്ന വരെ കൊടുത്തുള്ളൂ. ബാക്കി ടോപ്പ് പോർഷൻ ഫിക്സഡ് ആണ്. ലൈറ്റ്സ് ഒക്കെ പിന്നെ ഏറ്റവും ടോപ്പിലാണ്. അതെ അതെ, അതെല്ലാം ഹൈലൈറ്റിന്റെ ഭാഗമായിട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ ഈ ഒരു വോള് നമ്മള് ജസ്റ്റ് ഒരു ഫ്രെയിം വർക്ക് മാത്രം ചെയ്തിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരുപാട് ഫാൻസി ആയിട്ട് പോകണ്ടെന്നുള്ളൊരു മീഡിയം രീതിയിൽ മിനിമലിസ്റ്റ് ആയിട്ട് എല്ലാം ഇതായിരിക്കുകയാണ്. അപ്പൊ ഈ ടേബിളും ടീക്കിനെല്ലാം മാച്ച് ആവുന്ന രീതിയിലുള്ള ഷെയ്ഡിലാണ് നമ്മൾ കോട്ടും സോഫ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ അതിന്റെ ഒരു ഡാർക്ക് ഷെയ്ഡാണ് നമ്മൾ ടി വി യൂണിറ്റിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ കളർ കൊള്ളാം. ഇതൊരു അതിന് കോൺട്രാസ്റ്റ് ആവുന്ന രീതിയിൽ നമ്മൾ വാൾനട്ടിന്റെ ഡാർക്കും വൈറ്റും രണ്ടും കോൺട്രാസ്റ്റിൽ അങ്ങനെ മിക്സഡ് ആയിട്ട് കൊണ്ടുപോയതാണ്. സ്റ്റെപ്പ് അടിപൊളിയായിട്ടുണ്ടല്ലോ, ഇതെന്താ പരിപാടി? ബ്രോ, ഇത് ആക്ച്വലി നോർമൽ GVT ടൈല് തന്നെയാണ്. പക്ഷെ നമ്മൾ ആ വുഡിന്റെ കോൺസെപ്റ്റിലേക്ക് നമ്മൾ കൊണ്ടുവന്നതാണ്. 45 കട്ട് ചെയ്തിട്ട് ആ ഓരോ തടിന്റെ കോൺസെപ്റ്റിലേക്ക് അതിനെ കൊണ്ടുവന്നതാണ്. അപ്പൊ കാണുമ്പോൾ നമുക്കൊരു തടിന്റെ അതേ ലുക്ക് കിട്ടും. അതിനുവേണ്ടി നമ്മൾ ആ ഒരു ഇതിലേക്ക് ചെയ്തതാണ്. പിന്നെ ഹാൻഡ് റെയിലും നമ്മൾ നോർമൽ ഇൻഡസ്ട്രിയൽ തന്നെയാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് പോയിരിക്കുന്നത്. ഫ്രണ്ട്ലി ആണ്. പക്ഷെ നമ്മൾ അതിൽ ഒരു വുഡിന്റെ ടച്ച് കൊണ്ടുവരാൻ വേണ്ടി പാമ്പിന്റെ ട്രീ ആണ് നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത് ആക്ച്വലി ടെക്സ്ചർ പെയിന്റ് ആണ് ചെയ്തിരിക്കുന്നത്. ടെക്സ്ചർ പെയിന്റ് അതായത് ക്ലയന്റിന്റെ ഒരു റിക്വയർമെന്റ് ആയിരുന്നു ഈ ഒരു വാളൊന്ന് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇതും ടോപ്പ് വാളും ഒന്ന് ഹൈലൈറ്റ് ചെയ്യണമെന്നത്. അപ്പൊ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ടെക്സ്ചർ പെയിന്റ് ആണ്. മാറ്റ് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. കിച്ചൺസിന് വർക്കൊക്കെ എങ്ങനെയാണ്? നമുക്ക് കിച്ചണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നോർമൽ നമ്മൾ അലുമിനിയം ഫാബ്രിക്കേഷൻ തന്നെയാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് പോയിരിക്കുന്നത്. പക്ഷെ നമ്മൾ അവിടെ യൂസ് ചെയ്ത ഷീറ്റും ചാനൽസ് ഒക്കെ നമ്മൾ ഹൈ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്യാണ്ട് നമ്മൾ കൊണ്ടുപോയിരിക്കാണ്. പിന്നെ ഇത് നോർമൽ കിച്ചൺ തന്നെയാണ്, ടോൾ യൂണിറ്റ് ഒന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മള് ഇങ്ങനെ. അപ്പൊ ഇതിൽ നമുക്ക് ഗ്രോസറി ആയിട്ടുള്ള ഡെയിലി നീഡ്സ് ഒക്കെ നമുക്ക് ഇതിൽ കീപ്പ് ചെയ്യാൻ പറ്റും, എല്ലാം കീപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ഹിഞ്ചസ് എല്ലാം നമ്മള് എല്ലാം ബ്രാൻഡഡ് തന്നെയാണ്. സോഫ്റ്റ് ക്ലോസ്, അതെ അതെ, എപ്കോ, സ്ലീക്ക് അങ്ങനത്തെ ബ്രാൻഡിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിലെ ടാൻഡം ബോക്സ്, കട്ട്ലറി ട്രേ, അങ്ങനെ നോർമൽ എല്ലാവിടെയും നമ്മൾ കാണുന്ന ഓരോ ട്രേസും കാര്യങ്ങളൊക്കെയാണ്. എല്ലാം സോഫ്റ്റ് ക്ലോസ് തന്നെയാണ്. സോഫ്റ്റ് ആയിട്ടുണ്ടല്ലോ. അപ്പോ പ്ലെയിൻ ട്രേ, ഓരോ ട്രേ നമ്മൾ അങ്ങനെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ബോട്ടിൽ പുൾ ഔട്ട് ആണ്. അപ്പൊ നോർമലി എന്താണ് ഒരു കിച്ചൺ ആവശ്യം, എസെൻഷ്യലായ കാര്യങ്ങൾ അതൊക്കെ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഈ നമ്മുടെ മിക്സറും ഗ്രൈൻഡറും ഒക്കെ ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടി ഒരു ഷട്ടർ കോൺസെപ്റ്റിലേക്ക് പോയതാണ്. അപ്പോ നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞ പറഞ്ഞാൽ നമുക്ക് ഉള്ളിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്യാം. സോഫ്റ്റ് ക്ലോസിൽ അത് ക്ലോസ് ആയിക്കോളും, അതൊന്നും പ്രശ്നമൊന്നും വരത്തില്ല. പിന്നെ ബാക്കിയെല്ലാം ഇത് നാനോ വൈറ്റ് കോട്ട്സ് ആണ് കൗണ്ടർ ടോപ്പ്. അപ്പോ ഇപ്പൊ ഏകദേശം എല്ലാ ഇതിലും നമ്മള് ചെയ്യുന്ന ഒരു ഇതാണ്. പണ്ട് ഗ്രൈനൈറ്റ് ആയിരുന്നു, അപ്പൊ അത് പോയി ഇപ്പൊ എല്ലാം നാനോ വൈറ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് ഇതായിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഹുഡ് ആൻഡ് ഹോബ് എന്നാണ്, പ്രസ്റ്റീജിന്റെ ആണ്. നമ്മളിത് മറ്റേ മാർക്കറ്റിൽ മേടിച്ച് നമ്മള് അതിലേക്ക് ഈ സൈസ് അനുസരിച്ച് കട്ട് ചെയ്ത് നമ്മള് ഫിക്സ് ചെയ്തതാണ്. കറക്റ്റ് സൈസ് മെഷർമെന്റ് നോക്കിയിട്ട് നമ്മൾ ചെയ്ത്. പിന്നെ മൈക്രോവൻ എല്ലാം ക്ലൈന്റ് അടുത്ത് പഴയത് എന്തൊക്കെയുണ്ട് അതൊക്കെ നമ്മൾ അതേ സസ്റ്റെയിൻ ചെയ്ത് അതേപടി നമ്മൾ സെറ്റാക്കി ചെയ്തിരിക്കുകയാണ്. പിന്നെ കിച്ചണിൽ ഫ്ലോറിംഗ് നമ്മൾ മറ്റേ ഗ്ലോസ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ ഫുള്ള് മാറ്റ് ഫിനിഷ് ആണ്. സിറ്റ് ഔട്ടും ഇത് ഫുള്ള് വെള്ളത്തിന്റെ ഒരു പ്രശ്നം ആയതുകൊണ്ട് നമ്മൾ സിറ്റ് ഔട്ടും കിച്ചന്റെ ഫ്ലോറിംഗ് എപ്പോഴും മാറ്റ് ഫിനിഷ് ആണ്. നമുക്ക് റൂംസ് ഒന്ന് കാണിച്ചു തരും? ഓക്കെ, തീർച്ചയായും. നമ്മൾ ഈ റൂമില് ഇത് ഓൾറെഡി ക്ലയന്റിലുള്ള കോട്ട് തന്നെയാണ്. അതേ കോട്ട, എക്സിസ്റ്റിംഗ് കോട്ടിനെ തന്നെ നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തതാണ്, പുതിയതൊന്നല്ല, ഓൾറെഡി ഉള്ളത് കോട്ട് തന്നെയാണ്. പിന്നെ നമ്മളിപ്പോ ഈ വാർഡ്രോബ് കാര്യങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇത് മൾട്ടിവുഡും പ്ലൈവുഡും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ചെയ്തതാണ്. പിന്നെ നമ്മളിതിന്റെ വാർഡ്രോബ് കാര്യങ്ങൾ എങ്ങനെയാ പറഞ്ഞാൽ ഇത് മൾട്ടിവുഡിൽ ചെയ്തെടുത്താണ്. പിന്നെ ഇതിന്റെ ഹാൻഡിൽസ് എല്ലാം നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ഈ ഒരു ഡിസൈൻ
നോർമൽ ഹാൻഡ് ലൈൻസിനെ വെച്ചിട്ട് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലാണ് അതിന് പറ്റിയ പോലെ നമ്മൾ തീമിനനുസരിച്ചിട്ട് ഒന്ന് ഡിസൈൻ ചെയ്തതാണ്. പിന്നെ അതേപോലെ ഇവിടെ ഒരു ബേബി സീറ്റിംഗ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതൊരു ക്ലയന്റിന്റെ റിക്വയർമെന്റ് ആയിരുന്നു. ലോക്ക് ഒക്കെ ഉണ്ട്. അതെ, ബേബി സീറ്റിംഗ് അതിന് താഴെ നമ്മൾ സ്റ്റോറേജും കൊടുത്തിരിക്കുകയാണ്. സ്റ്റോറേജും കൊടുക്കുന്നുണ്ട്. ലോക്ക് ചെയ്യാൻ കാര്യങ്ങളൊക്കെ എല്ലാം. അവിടെ എന്താ ഇവിടെ പിന്നെ ഒരു ചെറിയൊരു ഡ്രസ്സിംഗ് ഏരിയ ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതും സെയിം നമ്മൾ എന്താണോ വാർഡ്രോബ് അതേ തീം തന്നെയാണ് ഇവിടെയും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത് അടിപൊളിയായിരുന്നല്ലോ ബ്രോ. ഇത് ജസ്റ്റ് ഒരു കാഷ്വലായിട്ട് നമുക്കൊരു ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഒരു സീറ്റിംഗ് സ്പേസ് അറേഞ്ച് ചെയ്താണ്. സെറ്റപ്പാണ്. ബേ വിൻഡോ എന്ന് പറയും. ഏകദേശം ഇപ്പൊ എല്ലാം ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് ബേ വിൻഡോ. അപ്പൊ അതിൽ നമ്മൾ നോർമലി ഒരു ടഫൺ ഗ്ലാസ് ആണ്, സേഫ്റ്റിന്റെ ഭാഗമായി നമ്മൾ ടഫൺ ഗ്ലാസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ബ്ലൈൻഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്കത് പ്രൈസ് ഇതായിട്ട് നമുക്കത് ഹൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഫ്ലോറിംഗ് അപ്ലൈ പറഞ്ഞ പോലെ അതേ വുഡ് ഫിനിഷ് ആണ് നമ്മളിവിടെ കണ്ടിന്യൂ ചെയ്യുന്നത്. അതേ ഫിനിഷ് കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മള്. നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. അതെ, അതൊന്നും പ്രശ്നമൊന്നും വരത്തില്ല. പാലമാണ് അത്രയും വലുത്. ബ്രോ, അത് ആക്ച്വലി ഒരു പാസ് വേ ആണ്. അപ്പൊ ഞാൻ അപ്ലൈ പറഞ്ഞ പോലെ ഡബിൾ ഹൈറ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊന്ന് പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇപ്പൊ എക്സാമ്പിൾ നമുക്ക് ഡൈനിങ്ങിലേക്ക് ഒരു വ്യൂ കിട്ടും, അറ്റ് ദ സെയിം ടൈം നമുക്ക് ലിവിംഗിലേക്ക് നമുക്കൊരു വ്യൂ കിട്ടും. നമുക്ക് ഇവിടെ നോക്കിയാൽ തന്നെ ഡൈനിങ്ങും രണ്ടും കാണും. ആക്ച്വലി പറഞ്ഞാൽ ഈ ലിവിംഗ് തൊട്ട് ഡൈനിങ് വരെ ഡബിൾ ഹൈറ്റ് ആണ്. അത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു പാസ് വേ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ബ്രിഡ്ജിന്റെ ഒരു ഇൻസ്പയർ ആയ ആ ഒരു കോൺസെപ്റ്റ് എടുത്താണ്. അത്രേ ഉള്ളൂ. കൊള്ളാട്ടോ പരിപാടി. അതെ അതെ. പിന്നെ അതിന്റെ സേഫ്റ്റി ഭാഗമായിട്ട് നമ്മൾ ഹാൻഡ് റെയിലും അപ്ലൈ പറഞ്ഞ പോലെ എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യും. നല്ല സ്ട്രോങ് ആണ്. അതെ അതെ. പിന്നെ അതും അതേപടി നമ്മൾ ആ പാസ് വേ എന്താണോ സ്റ്റോൺ ഫ്ലോർ, അതേ ഫ്ലോറാണ് നമ്മൾ ഇവിടെയും കണ്ടിന്യൂ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് ബ്രേക്ക് ഡൗൺ ആവും റൂമിലേക്ക് പോകുമ്പോൾ. നോർമൽ നമ്മുടെ ഗ്ലോസി ഫിനിഷ് ടൈലിലേക്ക് പോകും. ഇവിടുത്തെ ഈ ടൈൽസ് ഒക്കെ ഇതൊക്കെ എൻഡ്ലെസ് ടൈൽസ് എന്നാണ് പറയാ. അപ്പൊ എൻഡ്ലെസ് ടൈൽസ് എന്നാണ്. അപ്പൊ ഇത് 4x2 ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ക്ലയന്റ് സെലക്ട് ചെയ്യാനുസരിച്ച് അത്രേ ഉള്ളൂ. പിന്നെ അതിനനുസരിച്ച് നമ്മൾ എപ്പോക്സി അതിന്റെ ഷെയ്ഡ് നോക്കി എടുത്തിരിക്കുകയാണ്. നോർമൽ നമ്മൾ ബ്ലാക്ക് ഐവറി അതിന്റെ പുറമെ നമ്മൾ ആ ഒരു ഷെയ്ഡ് നോക്കി എടുത്തിരിക്കുകയാണ്. മാച്ച് ആവത്തക്ക രീതിയിൽ എടുത്തിരിക്കുകയാണ്. പിന്നെ ഇതൊരു ചെറിയൊരു വർക്ക് സ്പേസ് ആണ്. അപ്പൊ ഇതിലേക്ക് ക്ലയന്റിന് ഒരു റിക്വയർമെന്റ് ഉണ്ടായിരുന്ന ഒരു ബാൽക്കണി വേണം, വിത്തിൻ ദ ബെഡ്റൂമിൽ വേണം. അത് സേഫ്റ്റി ആയിരിക്കണം എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ ഫുൾ ഇങ്ങനെ ഹാൻഡ് റെയിൽ വർക്ക് ചെയ്തിരിക്കുന്നത്. അതൊരു ഗ്രിൽ പർപ്പസിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് ഗ്രില്ലാണെന്ന് എടുത്ത് കാണാനും പാടില്ലല്ലോ, ഫ്രണ്ട് എലിവേഷൻ ബാധിക്കും. അപ്പൊ അതുകൊണ്ട് അതിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു ടൈപ്പിൽ നമ്മൾ ഏകദേശം നിങ്ങൾക്ക് എല്ലാം നോക്കാൻ പറ്റും. ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാവും. ടോട്ടൽ വീട് മൊത്തം ഒരു കണ്ടിന്യൂറ്റി വരും. ആ ഷെയ്ഡ് ആയിക്കോട്ടെ ഒരു ഡിസൈനിലും. അപ്പൊ ചെറിയൊരു സ്പേസ് അവർക്ക് ജിം അങ്ങനത്തെ കുറച്ച് ആക്ടിവിറ്റി യൂട്ടിലിറ്റി സ്പേസ് ബാൽക്കണി എല്ലാം. അതെ അതെ അതെ. ഗായ്സ്, അപ്പൊ നിങ്ങളെ വീടും ഇന്റീരിയർ ഡിസൈനും വർക്കും എല്ലാം കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? സംഭവം അടിപൊളിയാണ്. ഒരു പക്കയായിട്ട് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ബ്രോ, നിങ്ങളുടെ ബാക്കി സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ബ്രോ, ഞങ്ങളുടെ ഓഫീസ് മരുത് റോഡ് ആണ്, പാലക്കാട് മരുത് റോഡിലാണ്. അപ്പോൾ ഞങ്ങൾ റെസിഡൻഷ്യലും കൊമേഴ്ഷ്യൽ രണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ക്ലയന്റിന്റെ റിക്വയർമെന്റ്സ് അനുസരിച്ച് അതിന്റെ ബഡ്ജറ്റ് അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ എന്താണോ റിക്വയർമെന്റ്സ് അതിനനുസരിച്ച് നമ്മൾ പണിത് കൊടുക്കും. അപ്പൊ നിങ്ങളെ വിശ്വസിച്ച് കണ്ണടച്ച് നമുക്ക് ഏൽപ്പിക്കാൻ പറ്റുമോ കോൺട്രാക്ട്? തീർച്ചയായിട്ടും. നിങ്ങൾ അത് 100% ഉറപ്പ് കൊടുക്കുന്നല്ലേ? 100% ഉറപ്പുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും വീട് കെട്ടാൻ താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ ടീംസിനെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ നിങ്ങളുടെ മനസ്സിലുള്ള വീട് ഇവർ കെട്ടിത്തരും. അപ്പോ ഞങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളും എല്ലാം കോൺടാക്ട് നമ്പർ എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോ ഞങ്ങൾ എല്ലാ കൈൻഡ് ഓഫ് കൺസ്ട്രക്ഷൻ ചെയ്യുന്നുണ്ട്. സൂപ്പർവിഷനും ലേബറും ഫുൾ കോൺട്രാക്ട് എല്ലാം ഇതുണ്ട്. റെസിഡൻഷ്യൽ കൊമേഴ്ഷ്യൽ എല്ലാ കൈൻഡ് ഓഫ് പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യുക. അപ്പോ ബൈ. ഹായ്.